വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എമ്പുരാൻ കാണാനായിട്ട് പോവാണ്. ഇന്നലെയായിരുന്നു എന്തോ ഡിലീറ്റഡ് സീനും ഒക്കെ ഇതായത് എഡിറ്റഡ് ഇന്നലെ മുതലേ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. സോ നമ്മൾക്ക് ഇന്നാണ് ടിക്കറ്റ് കിട്ടിയത്. സോ കാണാൻ പോവാണ്. മമ്മി എന്താ പറയാനുള്ളത്? പറയൂ. എമ്പുരാൻ പോയി കാണാം, കണ്ടു നോക്കാം എങ്ങനെയാണെന്ന് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്തുവാകുമോ നമുക്കറിയത്തില്ല, നോക്കാം. ഒരുപാട് പോസിറ്റീവ് കമൻസും നെഗറ്റീവ് കമൻസും ഒക്കെ കേട്ടതാണ്. റിവ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടു. സോ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. എനിവേ നോക്കാം. ഞങ്ങൾ പോയി കണ്ടിട്ട് കറക്റ്റായിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിവ്യൂ തരുന്നതാണ്. പക്ഷെ പലരുടെയും പല അഭിപ്രായങ്ങളായിരിക്കും. ഇപ്പം മമ്മിക്ക് മമ്മിയുടേതായ അഭിപ്രായം ഉണ്ടാവും, എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ടാവും. സോ എനിവേ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ മമ്മി? യെസ്, ഓക്കെ. ഓക്കെ, നമ്മൾ തിയേറ്ററിൽ എത്തി. എക്സൈറ്റഡ്? പറ, എക്സൈറ്റഡ് ആണ്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? നീ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മോഹൻലാലിനെ കാണും. അവന് കുറെ ഡിഷുമാണ് ഗൈസ് ഇഷ്ടം. അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണ് സംഭവം? ആൾക്കാർ പറയുന്ന പോലത്തെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കമന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ സിനിമ കണ്ടു വന്നു തിരിച്ച് വീട്ടിൽ. സിനിമയെക്കുറിച്ച് പറയുവാണെങ്കിൽ കുഴപ്പമില്ലാത്ത സിനിമയാണ്. നല്ല BGM ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മോഹൻലാലിൻ്റെ എൻട്രിയിൽ BGM ഉണ്ടായിരുന്നു, സ്ലോമോ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നല്ലതാണ്. നല്ല ഡയറക്ഷനാണ്. സ്റ്റോറി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അടിപിടി കുത്തവെട്ട് അതൊക്കെയാണ് മെയിൻ ഹൈലൈറ്റ്. മൊത്തത്തിൽ കുഴപ്പമില്ലാത്ത ഒരു മൂവിയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ലാണ്ട് ഭയങ്കര സംഭവമൊന്നുമില്ല. ഇറ്റ് വാസ് ഒരു ഓക്കെ മൂവി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് ആക്ട് ചെയ്തു. ആസ് ഐ ടോൾഡ്, ഡയറക്ഷൻ നല്ല അടിപൊളി ഡയറക്ഷനായിരുന്നു. കൊള്ളാം. ഇനി മമ്മിയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഒരുമാതിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ പറയുക, പിന്നെ എനിക്ക് അതിനകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മഞ്ജു വാര്യരുടെ അഭിനയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു റോളായിരുന്നു അവളുടെ. പിന്നെ ഓക്കെ, പൃഥ്വിരാജ്, മോഹൻലാൽ കുഴപ്പമില്ല, ആവറേജ് കണ്ടിരിക്കാം. പിന്നെ ഈ അടി ആയതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് അത് പിടിച്ചില്ല. ബാക്കി ഓക്കെ, കാണണം എല്ലാവരും. അതെ, തിയേറ്ററിൽ തന്നെ പോയി കാണണം. അതിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഓക്കെ. അങ്ങനെ എഡിറ്റഡ് ആയിട്ടുള്ള നമുക്കത് ഫസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ എഡിറ്റഡ് വെർഷൻ കാണുമ്പോൾ അറിയത്തില്ല, കുഴപ്പമില്ല മൊത്തത്തിൽ. ഹൗ വാസ് ദ മൂവി? സോ ഗൈസ്, കൊള്ളായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും സൂപ്പറായിരുന്നു. എല്ലാവരും പോയി കാണണം. കണ്ട ഒന്നും കൂടെ കാണണം. ബാക്കിയുള്ളവരൊന്നും നല്ലതല്ലേ? ഓവറോൾ കൊള്ളായിരുന്നു, സൂപ്പർ. വില്ലൻ്റെ ഒക്കെ എൻട്രി നല്ല എൻട്രി ആയിരുന്നു. വില്ലൻ്റെ, മോഹൻലാലിൻ്റെ എൻട്രി ഒക്കെ നല്ല. മോഹൻലാലിൻ്റെ എല്ലാ എൻട്രിക്കും ഭയങ്കര BGMും ഭയങ്കര സ്ലോമോയും ആയിരുന്നു. എനിവേ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ പോയി കണ്ടോ. എല്ലാ ആക്ടേഴ്സും നല്ലായിരുന്നു. ആരെയും നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല. എല്ലാവരുടെയും റോള് അവർ നല്ലതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് കാശ് പൊട്ടിച്ച്, അതെ അതെ അതെ, കോടികൾ പൊട്ടിച്ച് അതിനകത്തില് എന്താ പറയണ്ടേ, ഇതൊക്കെ എന്തുവായിരുന്നു, ബോംബ് പൊട്ടുന്നതൊക്കെ, അതൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു കാണാൻ. എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പം കണ്ടിട്ടില്ലാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടവരാണെങ്കിൽ ഒന്നുകൂടെ പോയി കണ്ടോ. നല്ല വിഷമാണ്, ഫുള്ളാണ്, ഹൗസ് ഫുള്ളാണ്. അടുത്ത ഞങ്ങളൊരു ഷോ കഴിഞ്ഞിറങ്ങി അടുത്ത ഷോയ്ക്ക് ഭയങ്കര ആള് നിൽക്കുന്നു. ഭയങ്കര ക്യൂ ആണ്. ഞങ്ങൾ ചെങ്ങന്നൂർ ചിപ്പിയിലാണ് പോയത്. ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ പോയി കണ്ടു. അത്യാവശ്യം എല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.